ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ, സ്കിൻ ഹെൽത്തിന്, ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കൺട്രോൾ ചെയ്യാൻ, ബോൺ, മസിൽ, ജോയിൻസിൻ്റെയൊക്കെ തേയ്മാനം, വേറെ എൻറ്റയർ ഇഷ്യൂസൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ വൈറ്റമിൻ ഡി അത്യാവശ്യമായിട്ടുള്ളതാണ്. നന്നായിട്ട് വർക്കൗട്ടുകൾ ചെയ്യുക, വ്യായാമങ്ങൾ ചെയ്യുക, അതേപോലെ തന്നെ സൺലൈറ്റ് എക്സ്പോഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. തൈറോയ്ഡ് രോഗികൾക്കൊക്കെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ തൈറോയ്ഡ് ഫംഗ്ഷൻ കറക്റ്റ് ആവില്ല, അത് ഇംബാലൻസ് ആയിട്ട് തന്നെ കാണിക്കും. അതേപോലെ തന്നെ വൈറ്റമിൻ ഡി കുറവുള്ള ആളുകൾക്ക് അലർജിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഡയറക്റ്റ്ലി റിലേഷൻസ് വരും. അലർജി ട്രിഗർ ചെയ്യാനുള്ള ചാൻസസുകൾ കൂടുതലാണ്. ശരീരവേദനം, അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം തോന്നുക, മുടി കൊഴിച്ചിൽ, അതേപോലെ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ സ്ഥിരമായിട്ടുണ്ടാവുക, വയറ്റിൽ നിന്ന് പോവാതിരിക്കുക, വയറുവേദന, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഇടവിട്ട് വരിക, മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, ദേഷ്യം, സങ്കടം, അതായത് നമ്മൾ ആ ഒരു മെൻ്റൽ അൺസ്റ്റെബിലിറ്റി ഉണ്ടാവുക. ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് വൈറ്റമിൻ ഡി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ വൈറ്റമിൻ ഡിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ടാബ്ലറ്റ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. വൈറ്റമിൻ ഡി എന്ന് പറയുമ്പം ശരീരത്തിലെ കാൽഷ്യം മെറ്റബോളിസത്തിനും അതേപോലെ ഗട്ട് ഹെൽത്ത്, ഇമ്മ്യൂണിറ്റി ലെവല്, ലിവർ ഹെൽത്ത്, കിഡ്നി ഹെൽത്ത്, ബോൺ ആൻഡ് ജോയിൻ അല്ലെങ്കിൽ മസിൽ ആൻഡ് നെർവ്സ് എല്ലാം നമ്മുടെ ഹെഡ് ടു ടോ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ശരീരത്തിലെ കാൽഷ്യത്തിൻ്റെ ഇൻടേക്കും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. രണ്ടും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. കാൽഷ്യത്തിൻ്റെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി അത്യാവശ്യമായിട്ടുള്ളതാണ്. ഇപ്പോൾ തൈറോയ്ഡ് രോഗികൾക്കൊക്കെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ തൈറോയ്ഡ് ഫംഗ്ഷൻ കറക്റ്റ് ആവില്ല, അത് ഇംബാലൻസ് ആയിട്ട് തന്നെ കാണിക്കും. അതേപോലെ തന്നെ വൈറ്റമിൻ ഡി കുറവുള്ള ആളുകൾക്ക് അലർജിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഡയറക്റ്റ്ലി റിലേഷൻസ് വരും. അലർജി ട്രിഗർ ചെയ്യാനുള്ള ചാൻസസുകൾ കൂടുതലാണ്. നമ്മളിപ്പോൾ ഒരു ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡിൽ വൈറ്റമിൻ ഡിയുടെ 2 കോർണേഴ്സിലായിട്ട് തൈറോയിഡിനെയും അലർജീനെയും പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടിനെയും കൺട്രോൾ ചെയ്യുന്നത് ഈ വൈറ്റമിൻ ഡി ആണ്. അതേപോലെ തന്നെ നമ്മളെ ഗട്ട് ഹെൽത്ത്, എസ്പെഷ്യലി ബവൽ മൂവ്മെൻറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വൈറ്റമിൻ ഡി മേജർ ഫങ്ഷനിങ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ, സ്കിൻ ഹെൽത്തിന്, ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കൺട്രോൾ ചെയ്യാൻ, ബോൺ, മസിൽ, ജോയിൻസിൻ്റെയൊക്കെ തേയ്മാനം, വേറെ എൻറ്റയർ ഇഷ്യൂസൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ വൈറ്റമിൻ ഡി അത്യാവശ്യമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ശരീരത്തിലെ ക്യാൻസർ സെൽസിൻ്റെ ആ ഒരു ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാനും ശരീരത്തിലെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിനെ കുറച്ച് കൊണ്ടുവരാനും അതേപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും ബ്രെയിൻ സെൽസിനെ ആക്റ്റീവ് ആക്കാനും അൾഷീമേഴ്സ്, പാർക്കിൻസൺസ് പോലത്തെ ഇത്തരം ബ്രെയിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള മസിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻറ്റ്സ് ഒക്കെ കുറച്ച് കൊണ്ടുവരാൻ വൈറ്റമിൻ ഡി അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറയുന്ന സമയത്ത് നമുക്ക് ലക്ഷണങ്ങൾ നോക്കുമ്പം ആദ്യത്തേത് നമ്മളിപ്പോൾ ഫിസിക്കൽ സിംറ്റംസ് നോക്കുമ്പം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിൽ ശരീരവേദന, ഓരോ ജോയിൻസിനും വേദന അനുഭവപ്പെടും. മസിൽ ക്രാംസ്, ഇപ്പം കാൽമുട്ടിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള കാൽ വണ്ണേടുള്ള ആ പേശികൾക്കൊക്കെ ഒരു കടച്ചിൽ അല്ലെങ്കിൽ ഒരു വലിച്ചിൽ പോലെ അനുഭവപ്പെടാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാവും. ഈവൻ ചെറിയ ചെറിയ ജോയിൻസ് നിന്ന് വരെ വേദന അനുഭവപ്പെടാം. കാലുകൾക്ക്, കൈവിരലുകൾക്ക്, ഹിപ്പ് ജോയിൻറ്റ്, നീ ജോയിൻറ്റ്സ്, എൽബോ ജോയിൻറ്റ്സ്, എല്ലാ ജോയിൻസിൽ നിന്നും പെയിൻ വരാവുന്നതാണ്. മസിൽ പെയിൻ ഉണ്ടാവും. ന്യൂറോളജിക്കൽ റിലേറ്റ് ചെയ്തിട്ടുള്ള നംനെസ്, തരിപ്പ്, മരവിപ്പ് പ്രശ്നങ്ങൾ കാണിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് നടുവേദന, സിവിയർ ആയിട്ടുള്ള നടുവേദന കാണിക്കാം. ദെൻ അതിനോടൊപ്പം തന്നെ നമുക്ക് ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ്, വയറ്റിൽ നിന്ന് പോകാത്ത ഇഷ്യൂസ് ഉണ്ടാവും, വയറിളകി പോകുന്ന ഇഷ്യൂസ് ഉണ്ടാവും, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് പ്രോമിനൻ്റ് ആയിരിക്കും. എന്തെങ്കിലും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഗ്ലൂട്ടൻ, മിൽക്ക് കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അലർജിക് ആയിട്ടുള്ള ഇഷ്യൂസും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ സിവിയർ ആയിട്ടുള്ള ഹെയർ ഫാൾ, ഡാൻഡ്രഫ്, എക്സിമ, ഡ്രൈനെസ് ഇഷ്യൂസും വരാവുന്നതാണ്. സ്കിന്നിൽ ഭയങ്കര ഒരു ഡ്രൈനെസ് പ്രശ്നങ്ങൾ വരാം, ചൊറിച്ചിൽ അനുഭവപ്പെടാം, എക്സിമ, സോറിയാസിസ് പോലത്തെ കണ്ടീഷൻസും രൂപപ്പെടാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോയിട്ട് റെക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുക. തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ഡയറക്റ്റ്ലി വൈറ്റമിൻ ഡിനെ റിലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ തൈറോയ്ഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള സിംറ്റംസ് പ്രോമിനൻ്റ് ആയിട്ട് കാണിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ വിരശല്യത്തിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കാം. ജോയിൻറ്റ് പെയിൻസും മസിൽ പെയിൻസ്, വിശപ്പില്ലായ്മ, ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസൊക്കെ പ്രോമിനൻറ്റ് സിംറ്റംസ് ആയിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവരുടെ സ്കിൻ ടോൺ അനുസരിച്ച് നന്നായിട്ട് വെയിൽ കൊള്ളാൻ ശ്രമിക്കുക. ഇപ്പോൾ കുറച്ചുകൂടി ലൈറ്റ് സ്കിൻ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ, നല്ല വൈറ്റ് സ്കിന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ 35 to 40 മിനിറ്റ്സ് നിങ്ങളെ സ്കിൻ ടോൺ നോക്കിയിട്ട് നമ്മൾ സൺലൈറ്റ് എക്സ്പോഷർ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയാറുണ്ട്. നിങ്ങളിപ്പോൾ നല്ല വെളുത്ത അല്ലെങ്കിൽ നല്ല ഒരു വൈറ്റ് കളർ സ്കിൻ ടോണുള്ള ആളുകളാണെങ്കിൽ
ഒരു 15 മിനിറ്റ് നന്നായിട്ട് വെയിൽ കൊള്ളുക. ഒരു മീഡിയം സ്കിൻ ടോണൊക്കെ ആണെങ്കിൽ, അധികം ഡാർക്കും അല്ല അധികം ലൈറ്റും അല്ലാത്തൊരു സ്കിൻ ടോണൊക്കെ ആണെങ്കിൽ ഒരു 15 മിനിറ്റ് മുതൽ ഒരു 25 മിനിറ്റ്സ് വെയിൽ കൊള്ളാവുന്നതാണ്. നല്ല ഡാർക്കർ സ്കിന്നൊക്കെ ആണെങ്കിൽ 30 to 40 മിനിറ്റ്സ് വരെ വെയിൽ കൊള്ളാൻ ശ്രമിക്കുക. കാരണം സ്കിന്നിലാണ് മേജർ വൈറ്റമിൻ ഡിയും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സ്കിന്ന് കുറച്ചൊരു ഡാർക്ക് ആണെങ്കിൽ ഈ സൺലൈറ്റ് എക്സ്പോഷർ വരുന്ന സമയത്ത് ഈ ഡാർക്ക് പിഗ്മെൻറ്റേഷൻസ് ഉണ്ടാവുമ്പം അത് വളരെ സ്ലോ പ്രോസസ്സ് മാത്രമേ അവിടെ നടക്കത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് എക്സ്പോഷർ ആ ടൈമിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതിൻ്റെ ഡോസേജ് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്കിപ്പം ഡെയിലി ഡോസിലുള്ളത് എടുക്കാം. 400 IU, 800 IU, 1000 IU, ദെൻ 60K IU ഒക്കെ യൂണിറ്റ്സുകൾ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ ഡെയിലി ഡോസ് ഒരു 800 IU വെച്ചിട്ട് ഡെയിലി നമ്മൾ അഡൽട്ട് ഗ്രൂപ്പുള്ള ആളുകളാണെങ്കിൽ എടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒരു 400 IU ഡെയിലി ഡോസിൽ കഴിക്കാവുന്നതാണ്. വീക്ക്ലി വൺസ് ഒക്കെ ആണെങ്കിൽ 60K ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് വീക്ക്ലി വൺസ് കഴിക്കുക. പിന്നെ നമ്മൾ സിംറ്റംസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോസേജും കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. എംപ്റ്റി സ്റ്റൊമക്കിൽ കൺസ്യൂം ചെയ്യരുത്. കാരണം ഇതൊരു ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഇൻടേക്കും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എംപ്റ്റി സ്റ്റൊമക്കിൽ കൺസ്യൂം ചെയ്യുമ്പോൾ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരും. അപ്പോൾ ആഫ്റ്റർ ഫുഡ് അല്ലെങ്കിൽ ഒരു ഓയിലി ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രമേ ഈ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടതുള്ളൂ. സപ്ലിമെൻറ്റ്സിനേക്കാളും കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത് നന്നായിട്ട് വെയിൽ കൊള്ളുക, ഭക്ഷണം ക്രമീകരിക്കുക. എസ്പെഷ്യലി ഈ മഷ്റൂംസ്, ഷെൽഡ് ഐറ്റംസ്, നട്ട്സുകളിലൊക്കെ ധാരാളം ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസൊക്കെ അതിനൊപ്പം ബൂസ്റ്റപ്പ് ചെയ്തെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ നന്നായിട്ട് മീനും മുട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, വ്യായാമം ചെയ്യുക, സൺലൈറ്റ് എക്സ്പോഷർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പം ശരീരത്തിലെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഇത് വൈറ്റമിൻ ഡി ആണ്, തൈറോയിഡ് ആണെന്ന് ജഡ്ജ് ചെയ്യാൻ പാടില്ല. സിംറ്റംസ് നോക്കുക, അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുക. ഡോക്ടറാണ് അത് ഡയഗ്നോസ് ചെയ്യുന്നതും കാര്യങ്ങളും നിശ്ചയിക്കുന്നതും. അപ്പോൾ സെൽഫായിട്ടുള്ള മെഡിക്കേഷൻസ് അവോയ്ഡ് ചെയ്യുക, ഭക്ഷണം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ടുകൾ ചെയ്യുക, വ്യായാമം ചെയ്യുക, അതേപോലെ തന്നെ സൺലൈറ്റ് എക്സ്പോഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.